കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് രണ്ടുപേർക്ക് പരിക്ക്. രാവിലെയാണ് സംഭവം ഉണ്ടായത്. കനത്ത മഴ അറിയാൻ നമുക്ക്. കനത്ത മഴയെ തുടർന്ന് കെട്ടിടം ഇടിഞ്ഞ് വീഴുകയായിരുന്നു. എന്നാൽ സർക്കാർ പറയുന്നത്, അതായത് ആരോഗ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഒക്കെ പറയുന്നത് ഉപയോഗശൂന്യമായി അടച്ചിട്ടിരുന്ന കെട്ടിട ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അവിടെ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആണ് മന്ത്രി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. അവിടെ ഉള്ള ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടറും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം 10, 11, 14 വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് ഇതേ കെട്ടിടത്തിലാണ്. തലനാരിഴയ്ക്കാണ് ഇവിടെ കിടന്ന ഏകദേശം 70-ലധികം രോഗികൾ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഒരാളെ കാണാനില്ല എന്ന വാർത്തയും അഭ്യൂഹവും പരന്നിട്ടുണ്ട്. ഇതൊക്കെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആരോഗ്യ വകുപ്പ് കെട്ടി ഉയർത്തിയ ഒരു മഹാസൗധമുണ്ടല്ലോ. ലോകത്തിന് തന്നെ മാതൃകയായ ആരോഗ്യ വിഭാഗമാണ് കേരളം, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയാണ് കേരളം എന്ന ആ ഒരു കെട്ടി ഉയർത്തിയ മഹാസൗധമാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു ആരോപണവുമായൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു ജനകീയ ഡോക്ടറാണ്. അദ്ദേഹമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ അടുത്ത സമയത്ത് ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്വേഷണ സമിതിയുടെ പ്രധാനപ്പെട്ട അംഗവും അദ്ദേഹമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആരോഗ്യ വകുപ്പ് കെട്ടി ഉയർത്തിയ വലിയൊരു മഹാസൗധമുണ്ടല്ലോ, വലിയ സംഭവമാണ്. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. പ്രവർത്തനക്ഷമമായ കെട്ടിടമാണെങ്കിലും പ്രവർത്തനക്ഷമമല്ലാത്ത കെട്ടിടമാണെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച, ഒരാളപായം ഉണ്ടായിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? മഹാസംഭവം, മഹാദുരന്തം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമായിരുന്നു. നമ്മൾ ഉത്തർപ്രദേശിലേക്കും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്കും മൈക്കും ക്യാമറയും ചൂണ്ടി നമ്മൾ പറയും അവിടെ ഇങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് കേരളത്തെ എപ്പോഴും അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കുമായിരുന്നു, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ. പക്ഷേ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 1-2 ആഴ്ചയായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടെങ്കിലും ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒന്നും ശുഭസൂചകമല്ല. സർക്കാരിന് തന്നെ കനത്ത തിരിച്ചടി. സർക്കാരിൻ്റെ മുഖത്ത് കരിമ്പടം പുതയ്ക്കുന്ന മാതിരിയാണ് ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റ് ആളപായമോ മറ്റൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർ ബിലു പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. 10, 11, 14 വാർഡുകളിലെ പ്രവർത്തനം അവിടെയായിരുന്നു. മറ്റ് അധികൃതർ പറയുന്നത് പച്ചക്കള്ളമാണ്. ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. കൈവരിയും ചുമരുകളും ഇടിഞ്ഞ് താണു. നിങ്ങൾ ആ ദൃശ്യങ്ങളിലും അതുപോലെ തന്നെ സ്റ്റിൽ ഫോട്ടോയിലും ഒക്കെ കാണുന്നുണ്ടാകും. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ബലക്ഷയം തന്നെയാണ്. കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായതിനെ തുടർന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി പുതിയ കെട്ടിടം പണിതു എന്നൊക്കെ അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും അവിടെ 10, 11, 14 വാർഡുകൾ പ്രവർത്തിച്ചിരുന്നു. തലനാരിഴയ്ക്കാണ് പേഷ്യൻസും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഒക്കെ രക്ഷപ്പെട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആരോഗ്യ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ബിലു നൽകും. ബിലു, എന്താണ് ശരിക്ക് സംഭവിച്ചത്? ആളപായമില്ല, ആളുകൾക്ക് ആ പരിക്കുകൾ നിസ്സാരമാണ് എന്നൊക്കെ പറയുമ്പോഴും കേരളം എന്ന് പറയുന്ന ആരോഗ്യ മേഖലയ്ക്ക്, ലോകത്തെ തന്നെ ഹെൽത്ത് സെക്ടറിന് അഭിമാനമായി അല്ലെങ്കിൽ അഭിമാന സൂചകമായി മാതൃകയൊക്കെ എടുത്തു കാണിച്ചിരുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതായത് ഒന്ന് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ, അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ, വിമർശനങ്ങൾ, അതിനൊപ്പമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നത്. ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറയുമ്പോൾ പോലും ഇത്തരമൊരു സംഭവം എത്രമാത്രം വലിയ ആഘാതമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നൽകുന്നത്. ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും ഒക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണോ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ബിലു. ജോയി, ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ 14 വാർഡിന്റെ ഒരു വിഭാഗം തകർന്നു വീണിരിക്കുന്നത്. 3 നില കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ബലക്ഷയം ഉണ്ടായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമാണ് തകർന്നു വീണെന്നാണ് മന്ത്രി വീണ ജോർജ് അടക്കം പറയുന്നത്. സ്ഥലം സന്ദർശിച്ച മന്ത്രി വാസവൻ അടക്കം പറയുന്ന കാര്യങ്ങളിൽ ചില വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം 12ഉം 13ഉം വാർഡുകളിൽ ആളുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശുചിമുറിയോട് ചേർന്നുള്ള കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. മതിലുകളും ചുവരുകളും ഒക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ അടക്കം പ്രതികരിക്കുന്നത്. കാരണം നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലല്ല, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റ് കേടായത് കാരണമാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് രോഗിയെ എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം അതോടൊപ്പം തന്നെ ഓപ്പറേഷന് ശേഷം ഒക്കെ രോഗികളെ വലിയ
രീതിയിൽ ഈ സ്റ്റെപ്പിലൂടെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിൽ ചില ചികിത്സാ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷനും അതോടൊപ്പം മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള അവശ്യ മരുന്നുകളോ മറ്റു സേവനങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കാരണം ഒരു കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കെട്ടിടത്തിൽ പാർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള രോഗികളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പോലും ഇല്ലാതെ 14ാം കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് തകർന്നു വീണതെന്ന് പറയുമ്പോഴും ഇതൊരു പച്ച കള്ളമാണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ നടക്കുമ്പോഴും ഒരു സ്ത്രീ അടക്കം കാണാനില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും നമ്പർ 1 കേരളമാണ്, അല്ലെങ്കിൽ ഈ ഇത്തരം വാക്കുകളൊക്കെ ശരിക്കും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നടക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം എന്നൊക്കെ വളരെ പ്രസ്താവനകൾ മാത്രമായി ഒതുങ്ങുന്നു. ഇത്തരം വാക്കുകൾ മാത്രമായി ഒതുങ്ങുമ്പോഴും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. കാരണം ഈ ഒരു നമുക്ക് അറിയാം, പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി രോഗികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ സമീപിച്ചെത്തുന്നത്. വലിയ റിസ്ക് ഉള്ള കേസുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ന്യൂനതകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ, അതായത് ആരോഗ്യ മേഖലയിലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ആരോഗ്യമന്ത്രി അടക്കമുള്ളവരിലേക്കാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്.